എന്തെങ്കിലും നാളെ ഹാജരാകുന്നുണ്ട്? ഇല്ലില്ല, നാളെ 3 മണിയാകുമ്പോൾ അവിടെ എറണാകുളത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഉണ്ടാവും. 3 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ അത് സ്റ്റേഷനിൽ അവർക്ക് എന്തോ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ 3 മണിക്ക് അവൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ വരും. അതെ, നോർത്ത് പോലീസ് സ്റ്റേഷനിൽ സഹകരിക്കാന്നല്ലാണ്ട് വേറെ ഒന്നുമില്ലല്ലോ. ഒരു സർക്കാർ നോട്ടീസ് അയച്ചാൽ നമ്മൾ അതിന് പ്രതികരിക്കാതിരിക്കും, അതിന് സഹകരിച്ചു. നാളെ 3 മണിക്ക് അവിടെ എത്തും. അതെ, അമ്മയുടെ നോട്ടീസല്ല, ICയുടെ. അത് തിങ്കളാഴ്ച. ഈ നോട്ടീസിൽ എന്തൊക്കെയാ പരാമർശിക്കുന്നത്? വായിച്ചു നോക്കിയില്ലേ? ഒന്നും പരാമർശിച്ചിട്ടില്ല. ഏത് കേസാണോ, ഏത് പരാതി? അത് വേദാന്ത ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയതിനെ പറ്റിയിട്ടുള്ള ഒരു നോട്ടീസിനെ തന്നിരിക്കുന്നത്. ചോദിച്ചറിയാം. നാളെ 3 മണിക്ക് അവിടെ എറണാകുളത്ത് നോർത്ത് സ്റ്റേഷൻ. ഷൈൻ ഇവിടെ ഇല്ല. 3 മണിക്ക്. അവര് ആദ്യം വേറൊരു സമയം പറഞ്ഞു അത് പറ്റില്ല, അവിടേക്ക് ഈ ആളും കൂടി ഓടി എത്തണ്ടേ, ആൾ ഇവിടെ ഇല്ലല്ലോ. ഇപ്പൊ എവിടെ ഉള്ളതെന്ന് വിളിക്കുന്ന ആൾക്കാരും പറയണില്ല എന്നോട്. ഷൈൻ 3 മണിക്ക് അവിടെ എത്തും, നോർത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തും. ഇല്ല, ഞങ്ങളൊന്നും പോകണില്ല. ചിലപ്പോ അല്ല, അവന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടാവും കൂടെ, ഇത്രേ ഉള്ളൂ. അതുകൊണ്ട് വേറെ അഭിഭാഷകന്മാരൊന്നുമില്ല. അഭിഭാഷകന്മാർ രാമപിള്ള അവിടെ അടുത്തുള്ള ആൾ തന്നെയുള്ളൂ, സ്റ്റേഷന്റെ അടുത്തുള്ള ആൾ തന്നെയാണ്. അപ്പോൾ അവന്റെ സ്നേഹിതന്മാരെ ഏറ്റവും വരിക. രാമപിള്ളയുള്ള അവന്റെ വക്കീല്. ഇല്ല, ഇതിനൊരു നിയമോപദേശം അവരുടെ പേരിൽ എടുത്തിട്ടില്ല. ഒരു നിയമോപദേശം ഞങ്ങൾ നേടിയിട്ടില്ല. കേസ് ആയിട്ടില്ലല്ലോ. കേസൊക്കെ ആയി വരുമ്പോഴല്ലേ നമുക്ക് അപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കാം. എന്നുവെച്ചാൽ നമുക്ക് കേസ് നടത്തി 10 കൊല്ലം കേസ് നടത്തിയിട്ട് പരിചയമുണ്ട്. അപ്പോൾ ഒരു കേസ് എപ്പോഴാവണേന്ന് നമുക്കറിയാം. അതാകുമ്പോൾ നമുക്ക് അതിനെ പറ്റി ആലോചിക്കാം. അഭിഭാഷകനോട് ഞങ്ങൾ ഇതിനെ പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല ഇതുവരെ, കെട്ടിയെത്തിയിട്ടില്ല. ഇതിങ്ങനെ കുറേ ഓലപ്പാമ്പുകളല്ലേ, അതൊക്കെ വരിട്ടാവും. അത് കഴിഞ്ഞിട്ട് കേസാകുമ്പോൾ നമുക്ക് വക്കീലിനായിട്ട് ബന്ധപ്പെടാം. അല്ല, കേസ് വല്ല കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ കേസാവുക. ഇതിപ്പോൾ അവൻ അവിടെ വന്നു, അവൻ പോയി, ഇത്ര നല്ലത്. വേട്ടയാടിന് അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ. ശരി. അപ്പോൾ നാളെ 3 മണിക്ക് ശേഷം കാണാം. ഓക്കെ. അപ്പോൾ ഒരു കാര്യത്തിൽ വ്യക്തതയായിരിക്കുന്നു. 3 മണിക്ക് നാളെ ഷൈൻ ടോം ചാക്കോ ഹാജരാകും എന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ആ കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. കാരണം തൻ്റെ മകൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹാജരാകുന്നതിൽ യാതൊരു തടസ്സവുമില്ല. രാമപിള്ള അഭിഭാഷകനുമായാണ്, അഡ്വക്കേറ്റ് രാമപിള്ളയുമായിട്ടാണ് ഇക്കാര്യത്തിൽ നിയമോപദേശം ഷൈൻ ടോം ചാക്കോ തേടുന്നതെന്നാണ് ഇപ്പോൾ ഷൈൻ്റെ പിതാവ് ചാക്കോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇത്തരത്തിൽ കുറേ ഓലപ്പാമ്പുകൾ താൻ കഴിഞ്ഞ 10 വർഷമായി കാണുകയാണ്. 10 വർഷം മുമ്പാണ് ഷൈനെ ലഹരി കേസിൽ പിടിക്കുകയും പിന്നീട് ജയിലിലാവുകയൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ തികഞ്ഞ ആത്മവിശ്വാസമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. നാളെ താനൊന്നും പോകുന്നില്ല. അദ്ദേഹത്തിന് ഷൈൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവരായിരിക്കും 3 മണിക്ക് ഹാജരാകുക. രാവിലെ 10 മണിക്ക് ചില അസൗകര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് 3 മണിക്ക് ഹാജരായാൽ മതി എന്ന് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നാളെ 3 മണിക്ക് സ്റ്റേഷനിൽ ഷൈൻ ഹാജരാകും.